മരിക്കുന്നതിന് മുൻപ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യരെ അറിയുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വചനമാണിത്. ലോകം കണ്ടതിലും വെച്ച് ഏറ്റവും ധീരോദാത്തമായ ഒരു മരണരംഗത്തിനാണ് ദുഃഖവെള്ളിയാഴ്ചത്തെ സുവിശേഷ വിവരണങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ ഉത്ഥാനമാണെന്ന് സുവിശേഷങ്ങളും ക്രൈസ്തവ ദൈവശാസ്ത്രവും അടിവരയിട്ട് പറയുമ്പോഴും എന്തുകൊണ്ടായിരിക്കും സാധാരണക്കാരുടെ മനസ്സിലിപ്പോഴും ക്രൂശിതനായ ക്രിസ്തു പ്രധാനപ്പെട്ട ഒരു ബിംബമായി നിലനിൽക്കുന്നത്? കാൽവരിയിലെ ക്രൂശിതൻ്റെ പീഡകളിൽ, അവൻ്റെ സഹന നിമിഷങ്ങളിൽ തങ്ങളുടെ അനുദിന ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുടെയും ഒറ്റപ്പെടലിൻ്റെയും പരാജയങ്ങളുടെയും പരിച്ഛേദങ്ങളെ വായിച്ചെടുക്കാം എന്നുള്ളത് കൊണ്ടായിരിക്കും ഇന്നും ക്രൂശിതൻ പഴമമണക്കാത്ത ഒരു നിത്യ യാഥാർത്ഥ്യമായി ആത്മീയ ജീവിതത്തിൻ്റെ മുൻപിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. മധ്യകാലഘട്ടത്തിലെ സഭയിലെ 2 പ്രധാന വിശുദ്ധരായിരുന്നു വിശുദ്ധ അക്വീനാസും വിശുദ്ധ ബൊനവെൻച്വറും. ക്രൈസ്തവ ദൈവശാസ്ത്രത്തിന് നിർണായകമായ സംഭാവനകൾ നൽകിയ മഹാപണ്ഡിതരായിരുന്നു ഈ 2 പേരും. ഒരിക്കൽ വിശുദ്ധ സെന്റ് തോമസ് അക്വീനാസ് ബൊനവെൻച്വറിനെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അങ്ങയുടെ ചിന്തകൾക്ക് ഇത്ര ആഴവും ദർശനങ്ങൾക്ക് ഇത്ര തെളിച്ചവും കിട്ടുന്നത് എവിടുന്നാണ്? ഇത്രയും വിജ്ഞാനത്തോടും വിശുദ്ധിയോടും കൂടി അങ്ങേക്ക് എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്? തൻ്റെ മേശപ്പുറത്ത് ഇരുന്ന ക്രൂശിത രൂപത്തെ ചൂണ്ടിക്കാട്ടിയിട്ട് വിശുദ്ധ ബൊനവെൻച്വർ പറഞ്ഞത്രേ, എല്ലാം ഇവിടെ നിന്നാണ്. കുരിശുരൂപത്തിൻ്റെ ധ്യാനവും ക്രൂശിതൻ്റെ പീഡകളെക്കുറിച്ചുള്ള വിചിന്തനങ്ങളുമെല്ലാം യഥാർത്ഥത്തിൽ ആത്മീയമായ അഭിഷേകങ്ങളിലേക്കാണ് നമ്മെ നയിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് സഭാപിതാവായ ഒറിജിൻ പറയുന്നത്, ക്രിസ്തുവിൻ്റെ പീഡകൾ ആത്മാവിൽ അരങ്ങേറുമ്പോൾ പാപത്തിന് ആത്മാവിനെ സ്പർശിക്കാൻ സാധിക്കാതെ പോകും. വിശുദ്ധ ബൊനവെൻച്വറിൻ്റെ തന്നെ മനോഹരമായ ഒരു വാചകം ഇങ്ങനെയുണ്ട്. അദ്ദേഹം പറയുന്നത്, പുണ്യത്തിൽ നിന്ന് പുണ്യത്തിലേക്കും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്കും വളരാൻ ആത്മാവിനെ പുണ്യം പൊതിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ പീഡകളെക്കുറിച്ചുള്ള ധ്യാനമെന്നാണ്. നമ്മൾ ഈ ദുഃഖവെള്ളിയാഴ്ച ക്രൂശിതൻ എന്ന പഴമമണക്കാത്ത ഒരു സത്യത്തിൻ്റെ മുൻപിലാണ്, അവൻ്റെ പീഡകളെക്കുറിച്ചുള്ള ധ്യാന നിമിഷങ്ങളിലാണ്. ഒരുപക്ഷെ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വിശുദ്ധമായ തപോസ്ഥലവും ധ്യാനവസ്തുവും ക്രിസ്തുവും അവൻ്റെ കുരിശുമാണ്. ആ വിശുദ്ധ കുരിശിൻ്റെ മുമ്പിൽ ധ്യാനപൂർവ്വം നമ്മളായിരിക്കുമ്പോൾ അവൻ്റെ പീഡകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് സുവിശേഷങ്ങൾ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അതൊരു തോട്ടത്തിലാണ് ഈ പീഡകൾ ആരംഭിക്കുന്നതെന്നാണ്. അന്ത്യത്താഴത്തിന് ശേഷം സ്തോത്രഗീതം ആലപിച്ച യേശു ശിഷ്യന്മാരും കെദ്രോൻ തോട് കടന്ന് ഒരു തോട്ടത്തിലേക്ക് പോയി എന്നാണ് വത്സല ശിഷ്യൻ യോഹന്നാൻ പറയുന്നത്. സമാന്തര സുവിശേഷകന്മാർ ആ തോട്ടത്തിന് ഗത്സമനി എന്ന് ഉള്ള ഒരു പേര് കൊടുക്കും. എണ്ണയാട്ടുന്ന ചക്ക് ഉള്ള സ്ഥലമെന്നാണ്, തോട്ടമെന്നാണ് ഗത്സമനി എന്ന വാക്കിൻ്റെ അർത്ഥം. യോഹന്നാൻ തൻ്റെ സുവിശേഷ വിവരണങ്ങളിലൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും ഒക്കെ പരിചയപ്പെടുത്തുമ്പോഴും ഈ തോട്ടത്തെ പരാമർശിച്ചുകൊണ്ട് യോഹന്നാൻ വെറുതെ കേപ്പോസ് എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുന്നത്, തോട്ടം എന്ന അർത്ഥത്തിൽ. ഗത്സമനി എന്ന ചിരപരിചിതമായ ആ സ്ഥലത്തിൻ്റെ പേരെന്തുകൊണ്ടായിരിക്കും വത്സല ശിഷ്യൻ യോഹന്നാൻ വിട്ടുകളയുന്നത്? വളരെ അർത്ഥമുള്ള ഒരു ഉപേക്ഷയാണതെന്നാണ് കരുതാവുന്നത്. കാരണം മനുഷ്യചരിത്രത്തിൻ്റെ മുഴുവൻ പതനങ്ങളും ആരംഭിച്ചത് ഒരു തോട്ടത്തിലാണ്. കിഴക്കേദനിൽ ദൈവമായ കർത്താവ് നിർമ്മിച്ച ആ തോട്ടത്തിലാണ് എല്ലാ പതനങ്ങളുടെയും കണ്ണുനീർ കഥകളുടെയും ദൈവനിഷേധത്തിൻ്റെ തുടക്കം. അപ്പോൾ ഗത്സമനി എന്ന വാക്ക് പരാമർശിക്കാതെ പാടുപീഡകളുടെ, ആത്മസംഘർഷങ്ങളുടെ, പീഡാസഹനങ്ങളുടെ തുടക്കം സംഭവിക്കുന്ന സ്ഥലത്തെ തോട്ടം എന്ന് മാത്രം യോഹന്നാൻ വിശേഷിപ്പിക്കുന്നതിലൂടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ആദ്യ തോട്ടത്തിൽ മനുഷ്യവംശത്തിന് സംഭവിച്ച സകല പരാജയങ്ങളുടെയും ഒരു റിവേഴ്സലാണ്, തിരിച്ചു നടക്കലാണ് ഈ 2ാമത്തെ തോട്ടത്തിൽ സംഭവിക്കുന്നത്. ആദ്യത്തെ തോട്ടത്തിൽ ദൈവഹിതത്തെ മനുഷ്യന്റെ ഇഷ്ടം മറികടന്ന സ്ഥലമാണെങ്കിൽ 2ാമത്തെ തോട്ടം അതിൻ്റെ പരിഹാരത്തിൻ്റെ വേദിയാണ്. മനുഷ്യൻ
തൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചുകൊണ്ട്, പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറയുന്ന ആത്മസമർപ്പണത്തിൻ്റെ വേദിയായിട്ട് മാറുകയാണ്. അപ്പോൾ മനുഷ്യവംശത്തിൻ്റെ പരിഹാരത്തിൻ്റെ വേദിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് പീഡാനുഭവ വിവരണങ്ങൾ ആരംഭിക്കുന്നത്. ഇന്നും ചരിത്രത്തിലുടനീളം ദൈവം പരാജയപ്പെടുന്നവനായിട്ടോ ദൈവിക പദ്ധതികൾ പരാജയപ്പെടുന്നതായിട്ടോ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആദ്യ തോട്ടത്തിലേക്ക് മനുഷ്യൻ തിരികെ പോകുന്നത് കൊണ്ടാണ്. ദൈവഹിതത്തെ മറികടക്കുന്ന പദ്ധതികളും ദൈവേഷ്ടത്തെ ചോദ്യം ചെയ്യുന്ന പ്ലാനുകളുമായിട്ട് ദൈവത്തിനെതിരെ മനുഷ്യബുദ്ധി മത്സരിക്കുന്നിടത്താണ് ദൈവഹിതങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത്. രണ്ടാമത്തെ തോട്ടത്തിലേക്കാണ് ഈ പീഡാനുഭവത്തിൻ്റെ ധ്യാനത്തിൽ നമ്മൾ ക്ഷണിക്കുന്നത്. അവിടെ ചോദ്യം ചെയ്യലുകളില്ല, അവിടെ വാദഗതികളില്ല, മത്സരബുദ്ധികളില്ല. അത് സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ വേദിയാണ്. രക്ഷയുടെ സകല തുടക്കങ്ങളും ആരംഭിക്കുന്നത് ഈ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ പുതിയ ഗത്സമനിയിൽ നിന്നുള്ള യാത്രയിലൂടെയാണ്. ക്രിസ്തുവിൻ്റെ പീഡാനുഭവ വിവരണങ്ങളുടെ മറ്റൊരു സവിശേഷത അവൻ്റെ പീഡാനുഭവ യാത്ര ആരംഭിക്കുന്നതിനെ കുറിച്ചാണ്. അന്നാസിന്റെയും കയ്യാഫാസിന്റെയും പ്രധാന പുരോഹിതന്മാരുടെ കൊട്ടാരത്തിൽ നിന്നാണ് കുരിശ് യാത്ര യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം യേശുവിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തിയതെന്ന് ചിന്തിക്കുക. സ്നാപകൻ തന്റെ ആദ്യ ശിഷ്യർക്ക് യേശുവിനെ പരിചയപ്പെടുത്തുന്നത് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപം വഹിക്കുന്നവനെന്നാണ്. പാപം വഹിക്കുന്ന കുഞ്ഞാടെന്നുള്ള ഈ ഒരു വിശേഷണം ഇസ്രായേൽ ചരിത്രത്തിൽ ഒരേ ഒരു കുഞ്ഞാടെ പാപം വഹിക്കുന്ന കുഞ്ഞാടെന്നുള്ള പേരിന് യോഗ്യമായിട്ടുള്ളൂ. അത് ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ പറയുന്ന അസസ്സേലിന് മാറ്റി നിർത്തപ്പെട്ട കുഞ്ഞാടാണ്. ഇസ്രായേൽ ജനത്തിന്റെ അകൃത്യഭാരങ്ങൾ ചുമന്നുകൊണ്ട് മരുഭൂമിയിൽ അലയാനും പടുമരണം പ്രാപിക്കാനും രക്തം ചിന്താനും വിധിക്കപ്പെട്ട കുഞ്ഞാടാണത്. പാപം വഹിക്കുന്നവനെന്ന് യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ ലേവ്യരുടെ പുസ്തകം 16-ാം അധ്യായത്തിലെ സമ്പൂർണ്ണ വിച്ഛേദനത്തിന്, മരുഭൂമിയിലെ പടുമരണത്തിനും രക്തം ചിന്തലിനും വിധിക്കപ്പെട്ട കുഞ്ഞാടിലേക്കാണ് സുവിശേഷകൻ അവന് സാമ്യം കൽപ്പിക്കുന്നത്. ഈ കുഞ്ഞാടിന്റെ യാത്ര, അസസേലിന് മാറ്റി നിർത്തപ്പെട്ട കുഞ്ഞാടിന്റെ യാത്ര ആരംഭിക്കുന്നതും പ്രധാന പുരോഹിതന്റെ മുമ്പിൽ നിന്നാണ്. പ്രധാന പുരോഹിതനാണ് അതിന്റെ തലയിൽ കൈവച്ച് ജനത്തിന്റെ മുഴുവൻ അകൃത്യഭാരങ്ങളും അതിന്റെ മേൽ ചുമത്തി അതിനെ മരുഭൂമിയിൽ അലയാൻ വിടുന്നത്. ക്രിസ്തുവിന്റെ യാത്രയും അകൃത്യങ്ങൾ, മനുഷ്യവംശത്തിന്റെ സകല അകൃത്യഭാരങ്ങളും ചുമന്നുകൊണ്ടുള്ള അവന്റെ യാത്രയും ആരംഭിച്ചത് പ്രധാന പുരോഹിതന്മാരുടെ മുമ്പിൽ നിന്നായിരുന്നു എന്നുള്ള വിവരണം എത്രയോ ധ്യാന ചിന്ത തരുന്നതാണ്. ഈ യാത്ര അവസാനിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് സുവിശേഷൻ പറയുന്നത് അവൻ കുരിശ് ചുമന്നുകൊണ്ട് തലയോടിടം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തിയെന്നാണ്. ഗൊൽഗോലത്തെന്നാണ് ഹെബ്രായ ഭാഷയിൽ ആ കുന്ന് അറിയപ്പെട്ടത്. ഗാഗുൽത്ത എന്ന അരമായ ഭാഷയിലും കൽവാരിയോ എന്ന് ലത്തീൻ ഭാഷയിലും. എന്തുകൊണ്ടാണ് തലയോടിടം എന്ന പേര് ആ കുന്നിന് ലഭിച്ചതെന്നുള്ളതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും നഗരത്തിന് വെളിയിലായിരുന്നതിനാലും കുറ്റവാളികളെ ശിക്ഷിക്കുന്ന സ്ഥലമായിരുന്നതിനാലും ആ വെളിം പ്രദേശത്ത് തലയോടുകൾ ചിതറിക്കിടന്നതിനാലാണ് അതിന് തലയോടിടം എന്ന പേര് കിട്ടി എന്നുള്ളതാണ് ബൈബിൾ വ്യാഖ്യാതാക്കളുടെ പൊതുവായൊരു അഭിപ്രായം. നഗരത്തിന് പുറത്തായിരുന്നു ഈ കുന്നുള്ളും എന്നുള്ളതിന് എബ്രായ ലേഖകൻ ഒരു സൂചന തരുന്നുണ്ട്. സ്വന്തം ജനത്തിനു വേണ്ടി രക്തം ചിന്താൻ, പരിഹാരം ചെയ്യാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്തു വെച്ച് പീഡ സഹിച്ചുവെന്നാണ് ഹെബ്രായ ലേഖകൻ പറയുന്നത്. AD 40 ഹെറോദ അഗ്രിപ്പ എന്ന് പറയുന്ന രാജാവാണ് ജെറൂസലേം നഗരത്തിന്റെ മതിലുകൾ പുതുക്കി പണിയുന്ന കൂട്ടത്തിൽ കാൽവരി ഉൾപ്പെടുന്ന പ്രദേശം കൂടി നഗരത്തിന്റെ ഉള്ളിലാക്കുന്നത്. യോഹന്നാൻ സുവിശേഷകൻ വളരെ കൃത്യമായ ഒരു സൂചന പറയുന്നു. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപത്തായിരുന്നു. എല്ലാ നീതി നിഷേധങ്ങൾക്കും നിഷ്കളങ്ക രക്തം ചിന്തപ്പെടുമ്പോഴും അത് നടക്കുന്ന മണ്ണിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ദേശത്തിന്, അകൃത്യത്തിന് കണക്ക് പറയേണ്ടതുണ്ട്. ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നോഹയുടെ പ്രളയത്തിന് പോലും ഒരു യുക്തിഭദ്രത കിട്ടുന്നത്. മനുഷ്യന്റെ അകൃത്യങ്ങൾക്ക് അത് അരങ്ങേറുന്ന ഭൂമി കൂടി ഉത്തരവാദിത്തങ്ങളാകുന്നു, കണക്ക് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇന്നും എവിടെയൊക്കെ നിഷ്കളങ്ക രക്തം ചിന്തുന്നോ, നീതി കുരിശിലേറ്റപ്പെടുന്നോ, അത് നടക്കുന്ന ദേശത്തിന്, ദേശവാസികൾക്ക് അതിന് ഒരു ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള സൂചനയാണ് ഈ പട്ടണം നിർമ്മല രക്തം ചിന്തുന്ന, നിഷ്കളങ്ക രക്തം ചിന്തിയ കുരിശുമരണം നടന്ന സ്ഥലത്തിന് സമീപത്തായിരുന്നു എന്ന വിവരണത്തിലൂടെ സുവിശേഷകൻ നൽകുന്നത്.
അവിടെ അവർ അവനെ ക്രൂശിച്ചു എന്ന ഒറ്റ വാക്കിലാണ് യോഹന്നാൻ അത്യന്തം ഹൃദയഭേദകമായ ഈ ഒരു ദാരുണമായ യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ അവസാന നിമിഷങ്ങളെ സൂചിപ്പിക്കുന്നത്. സാധാരണയായി കുരിശിൻ്റെ കുറുകെയുള്ള ഭാഗം ചുമന്നുകൊണ്ടായിരുന്നു കുറ്റവാളികൾ ഈ ശിക്ഷാസ്ഥലത്തേക്ക് നടന്നിരുന്നത്. ലംബമായിട്ടുള്ള ഭാഗം അവിടെ നാട്ടി നിർത്തപ്പെടുകയും അതിലേക്ക് ഈ ചുമന്നുകൊണ്ട് പോകുന്നത് ചേർത്ത് വെച്ച് കൈകാലുകൾ ആണികളാൽ ബന്ധിക്കുകയും സദീല എന്നറിയപ്പെടുന്ന ഒരു മരക്കഷ്ണം കൊണ്ട് കാലുകൾ കുരിശിന്റെ നെടുകയുള്ള ഭാഗത്തോട് ചേർത്ത് ബന്ധിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഈ കുരിശിലെ പാടുപീഡകൾ ആരംഭിക്കുന്നത് യഥാർത്ഥത്തിൽ ഭൂമിയിൽ നിന്ന് ഏകദേശം 5 അടിയോളം ഉയർത്തിയാണ് ഈ മനുഷ്യരെ ക്രൂശിച്ചിരുന്നത്. ക്രൂശിൽ കിടന്നുകൊണ്ട് ശ്വാസമെടുക്കുന്നതിൻ്റെ വേദനയാണ് യഥാർത്ഥത്തിൽ ക്രൂശിലെ മനുഷ്യരുടെ പീഡകളുടെ ആഴം വർദ്ധിപ്പിച്ചിരുന്നത്. കാലുകൾ തറച്ചിരുന്ന മരക്കഷ്ണത്തിൽ ഊന്നി വേണം ഓരോ തവണയും ഉയർന്ന്, കൈകൾ തൂങ്ങിക്കിടക്കുന്നതിനാൽ ഉയർന്ന് ശ്വാസമെടുക്കാൻ. അനേക തവണ ഇങ്ങനെ ശ്വാസം എടുത്തു കഴിയുമ്പോൾ കാലിലെ മസിലുകൾ ദുർബലമാവുകയും പിന്നീട് കാൽമുട്ടുകളിൽ ഉയരാൻ പറ്റാതെ, ശ്വാസമെടുക്കാൻ പറ്റാതെ ശ്വാസകോശങ്ങളിൽ, രക്തധമനികളിൽ കാർബൺ ഡയോക്സൈഡ് നിറഞ്ഞ് ശ്വാസം മുട്ടി അത്യന്തം ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് ക്രൂശിൽ മരണം സംഭവിക്കുന്നത്. അസ്ഫിക്സിയേഷൻ എന്നാണ് ശാസ്ത്രീയമായ ഈ മരണകാരണത്തിന് പറയുന്നത്. ക്രൂശിലെ പീഡകൾ യഥാർത്ഥത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ ആത്മാവിൽ പുണ്യം ചൊരിയുന്ന ഏറ്റവും ഉദാത്തമായൊരു ധ്യാന വിഷയമായി മാറുന്നത് അവൻ്റെ പീഡകളാലും അവൻ്റെ മുറിവുകളാലും നമ്മൾ സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്യന്തം ദാരുണമായ സഹന നിമിഷങ്ങളിലൂടെ അവൻ കടന്നുപോയതെന്നുള്ളതാണ്. ഒരു കുഞ്ഞിനെ പോലെ ക്രിസ്തു കുരിശിൻ്റെ മാറിൽ മിഴിപൂട്ടുന്നതിനെ കുറിച്ചാണ് സുവിശേഷൻ പറയുന്നത്. അവൻ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു എന്ന വാചകത്തിലൂടെ. എത്ര ധീരോദാത്തമായിട്ടാണ് ഒരു സഹന നിമിഷത്തെ, മരണത്തെ നസ്രായൻ സ്വീകരിക്കുന്നത്. അതൊരു സമർപ്പണമായിരുന്നു. അവന് സഹനങ്ങൾ സമർപ്പണമാവുന്നിടത്താണ് അത് ആത്മാവിൽ പുണ്യം പുതപ്പിക്കുന്നത്. ഇന്ന് കാൽവരിയിലേക്ക് ലോകം നോക്കുന്ന നിമിഷമാണ്. ക്രൂശിതനിലേക്ക് ലോകം നോക്കുന്ന നിമിഷമാണ്. അവൻ്റെ പീഡകളോർത്ത് ആത്മവ്യഥയിലാടാനല്ല, അവൻ്റെ പീഡകളാൽ ആത്മാവിൽ പുണ്യം പുതപ്പിക്കാനാണ് ഓരോ ദുഃഖവെള്ളിയും ക്രൂശിതന്റെ പീഡകളുടെ ധ്യാനവും നമ്മളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നത്. വിശുദ്ധ അഗസ്തീനോസാണ് പറഞ്ഞത്, നീണ്ട ഉപവാസത്തെക്കാൾ, കഠിനമായ ശാരീരിക പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നതിനേക്കാൾ ക്രിസ്തുവിന്റെ പീഡകളെ ഓർത്ത് ഒരുവൻ പൊഴിക്കുന്ന കണ്ണുനീരാണ് അവന്റെ ആത്മരക്ഷയ്ക്കേറെ വിലപ്പെട്ടത്. ക്രിസ്തുവിന്റെ പീഡകളെ ഓർത്ത് ഇന്ന് ഒരു കണം കണ്ണീർ പൊഴിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അവന്റെ പീഡകൾ എന്നോടുള്ള അഗാധ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നു എന്ന തിരിച്ചറിവാണ് അതിനെ ഓർത്ത് കരയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ക്രൂശിന്റെ മുമ്പിൽ, ക്രൂശിതന്റെ സഹനങ്ങളെക്കുറിച്ചുള്ള ധ്യാന നിമിഷങ്ങളിൽ അതിലൂടെ വെളിപ്പെട്ട ദൈവസ്നേഹത്തിന്റെ ആഴമോർത്ത് കരയാൻ, ആ നിർമ്മല രക്തത്തിന്റെ യോഗ്യതയാൽ വിശുദ്ധീകരിക്കപ്പെടാൻ ഈ പീഡാനുഭവ വെള്ളി നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ വാരധ്യാനത്തിലേക്ക് നമ്മൾ 2ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചയെ കുറിച്ച്, അതിന്റെ വളരെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. കാൽവരി അനുഭവം അല്ലെങ്കിൽ ഗോഗൽത്ത അനുഭവം, എങ്ങനെയാണ് ഗോഗൽത്ത അനുഭവം വരുന്നത്? അതിൻ്റെ കൂടെ അച്ഛൻ ചെറിയ കൺഫ്യൂഷൻസ് എന്ന്, വിശുദ്ധ നാടൊക്കെ സന്ദർശനം കഴിയുമ്പോൾ ഗോഗൽത്ത മല കാണുന്നില്ലല്ലോ, കാരണം അവിടെ നിരപ്പായിട്ടിരിക്കുന്നത്. അപ്പോൾ ഗാഗുൽത്ത മല ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഗാഗുൽത്തയെ കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ അച്ഛൻ ഈ ഒരു ടോക്കിൽ നമ്മൾ ഇതൊക്കെ മാറ്റി നമുക്ക് കൂടുതലായി മലയാണെങ്കിലും നിരപ്പാണെങ്കിലും എന്തോ ആയിക്കോട്ടെ ഗാഗുൽത്ത അനുഭവത്തിലൂടെയാണ് ഈ കാലഘട്ടം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം 2020, 2021 ഒക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ മഹാമാരി, മഹാവ്യാധി ഒക്കെ കടന്നു വന്ന് പല രൂപത്തിലും ഭാവത്തിലും
നമ്മുടെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും നമ്മൾ തളർന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഈ വിശുദ്ധ വാരത്തിലൂടെ നമ്മൾ എങ്ങനെയാണ് ഒരു കുരിശിലേക്ക് കുരിശ് യാത്ര നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് കർത്താവ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സ്വന്തം ജീവിത അനുഭവത്തിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. മനുഷ്യനായി ഈ ഭൂമിയിൽ മനുഷ്യപുത്രനായി ജനിച്ച് പുൽക്കൂട് മുതല് ഒരു ഗാകുൽത്ത അനുഭവം അല്ലേ? കാരണം ഇല്ലേ, ഒരു ഗാകുൽത്ത അനുഭവം പുൽക്കൂട് മുതൽ കടന്നു വരണമെങ്കിൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവ് ഇങ്ങനെ പുൽക്കൂട്ടിൽ ജനിക്കേണ്ടി വരുന്നു. കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു അനുഭവം. അവിടെ മുതൽ ഗാകുൽത്ത അനുഭവം ആരംഭിക്കുന്നുണ്ട്. അങ്ങ് കുരിശൻ ചുവട്ട് വരെയുള്ള അനുഭവം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെയും നിങ്ങളുടെയും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈ ഒരു ഗാകുൽത്ത അനുഭവം വിശുദ്ധ വാരത്തിലെ കുരിശിന് വഴി മലയാറ്റൂരും കുരിശും മുടിയും ഒക്കെ പല സ്ഥലങ്ങളിലേക്ക് നമ്മൾ കുരിശ് യാത്ര നടക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധ ദേവാലയത്തില് നമ്മൾ കുരിശ് ധ്യാനിച്ച് അല്ലെങ്കിൽ കുരിശിന്റെ വഴി ധ്യാനിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോഴും എന്റെ ദൈവമക്കളെ ഞാനും നിങ്ങളും മനസ്സിലാക്കുന്ന ഒരു ഗാകുൽത്ത ഒരു അനുഭവം, ആ അനുഭവം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഹൃദയത്തിൽ സംഭരിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ സംഭരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഇത് നമ്മളെ അതിജീവിക്കാൻ ശക്തനായ ദൈവം ഇല്ലേ? നമ്മൾ സങ്കീർത്തനം 23-ലും സങ്കീർത്തനം 91-ലും ഒക്കെ കർത്താവിന്റെ സംരക്ഷണത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. കർത്താവിന്റെ സാന്നിധ്യം നമ്മളൊപ്പം ഉണ്ടാവും. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമുക്കുണ്ടാവും. നമുക്ക് ഇതുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈ സമയം നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നുകൊണ്ടോ നിന്നുകൊണ്ടോ മുട്ടുമേൽ മടക്കിക്കൊണ്ടോ നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. ശക്തമായ കരം ഈ സമയം നമ്മളെ സ്പർശിക്കും. ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായി പതിയട്ടെ. 2 കൊരിന്തോസ് 3:3 അവിടെ വചനം നമ്മുടെ ഹൃദയത്തിലെ അത് ആഴമായി പതിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഈ സമയം കർത്താവേ ഗാകുൽത്ത അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വചന സന്ദേശത്തിലൂടെ ഈ 8, 10, 12 മിനിറ്റിലൂടെ കർത്താവെ അച്ഛന്റെ അധരത്തിലൂടെ കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ മാറ്റിക്കൊണ്ട് സഹനങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ സ്തെഫാനോസും ഒപ്പം തന്നെ പൗലോസും സീലാസും കാരാഗൃഹത്തിലെ പൗലോസും സീലാസും തങ്ങളെ ബന്ധിച്ചിട്ടുള്ള ചങ്ങലകൾ ബന്ധിച്ചപ്പോഴും അവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിച്ചതുപോലെ സ്തെഫാനോസ് അതെ തന്റെ മുമ്പിൽ മരണം കണ്ടുവരുമ്പോൾ തന്റെ ശരീരത്തിലേക്ക് കല്ലുകൾ വാരി വാരി എറിയുമ്പോഴും അവിടെ സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ട് സ്വർഗസ്നായ പിതാവ്, ആ യേശു ക്രിസ്തു പിതാവായ ദൈവം വലതുവശത്ത് നിൽക്കുന്ന ആ മനുഷ്യപുത്രൻ യേശു ക്രിസ്തുവിനെ കണ്ട് ആ ദൈവമാകുന്ന ദർശിക്കൊണ്ട് സ്തെഫാനോസ് ആദ്യത്തെ രക്തസാക്ഷിയാകാൻ പോകുന്ന സ്തെഫാനോസ് ആ സഹനത്തിന് നടുവിൽ നിന്ന് സ്തുതിച്ചതുപോലെ സ്തുതിച്ച് അപ്പോൾ തന്റെ ശരീരത്തേക്ക് കല്ലുകൾ എറിയുമ്പോഴും സ്തെഫാനോസ് പറയുകയാണ്, കർത്താവേ ഇവർ ചെയ്യുന്നത് ഇവർക്ക് അറിയില്ല എന്ന് തന്റെ ഗുരു അവർ ആ കുരിശുമ്പിൽ നിന്ന് പറഞ്ഞ അതേ വാക്കുകൾ ആദ്യ സഭയുടെ രക്തസാക്ഷിയാകാൻ പോകുന്ന സ്തെഫാനോസും ആ വേദന നടുവിൽ ദൈവത്തെ സ്തുതിച്ച പോലെ ഇന്ന് ഇപ്പോ ഈ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മുടെ വേദനകൾ എന്തോ ആകട്ടെ, നമ്മുടെ ദുഃഖങ്ങൾ എന്തോ ആകട്ടെ, എന്റെ സാമ്പത്തിക തകർച്ചകൾ എന്തോ ആകട്ടെ, എന്നെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞ എന്തോ ആകട്ടെ, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കാനുള്ള കൃപ, പ്രാർത്ഥിക്കാനുള്ള കൃപ കർത്താവെ സക്കറിയ 12:10 പ്രകാരം പ്രാർത്ഥനയും കൃപയുടെയും അഭിഷേകം, നിലനിൽപ്പിന്റെ അഭിഷേകം ഈ സമയം ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാകുൽത്ത അനുഭവം എന്റെയും നിങ്ങളെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ ചവിട്ടി മാറ്റാനോ അല്ലെങ്കിൽ അതിൽ നിരാശ കൊണ്ട് ആത്മഹത്യയിലേക്കോ മറ്റു മേഖലയിലേക്കോ മദ്യത്തിനോ മയക്കമരുന്നോ കടന്നു പോവാതെ ഇത് ദൈവം അറിഞ്ഞുകൊണ്ട് തന്ന ഈ സദനം അത് സ്വീകരിച്ചുകൊണ്ട് ഈ ഗാകുൽത്ത അനുഭവത്തിലൂടെ ഒരു പുതിയൊരു സ്ഥാനത്തിലേക്ക് കടക്കാനുള്ള അഭിഷേകം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ശക്തമായ കരം വിശുദ്ധ ഗണത്തിലേക്ക്, അപ്പോസ്തലരിലേക്ക്, പ്രവാചകരിലേക്ക് കടന്നു വന്ന അഭിഷേകം അഗ്നി ഈ സമയം ഞങ്ങളിലേക്ക് കടന്നു വരുന്നതോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഞങ്ങൾ അനുഗ്രഹിക്കുന്നതോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ സമയം കുരിശിന്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധ ശ്ലീവായാൽ നിങ്ങളെല്ലാവരും മുദ്രിതരും രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിതരുമാവട്ടെ, ഇപ്പോഴും
എപ്പോഴും എന്നേക്കും.